ഇന്ത്യ വിജയകരമായി നടപ്പാക്കുന്ന ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ അട്ടിമറിക്കാൻ നീക്കങ്ങളുമായി ചൈന. ഇന്ത്യയുടെ കരുത്തുറ്റ വളർച്ചയിൽ ചൈന അസ്വസ്ഥരാണ്. അതിനാലാണ് ഏത് രീതിയിലും ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന കമ്പനിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരിക്കുന്ന 30 ചൈനക്കാരായ എഞ്ചിനീയർമാരെ ഇന്ത്യയിലെ ഫാക്ടറിയിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് ചൈന. മോദിയുടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തിന് കടിഞ്ഞാൺ ഇടുകയാണ് ചൈനയുടെ ലക്ഷ്യം. എന്നാൽ ഇതിൽ ഒന്നും തളരുന്നവനല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് ചൈനയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്ത്യയിൽ ആപ്പിളിന്റെ ഐഫോൺ 17 നിർമ്മിക്കാനുള്ള പദ്ധതികൾ സജീവമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈനക്കാരായ എഞ്ചിനീയർമാരെ പെട്ടെന്ന് തന്നെ ഫോക്സ്കോൺ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചത്. പ്രൊഡക്ഷൻ ലൈനിലെ സംവിധാനങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സെക്ഷനുകളിലും പ്രവർത്തിക്കുന്നവരാണ് ഈ എഞ്ചിനീയർമാർ. അതിനാൽ ആപ്പിൾ ഐഫോൺ ഫാക്ടറിയിൽ ഇവരുടെ അസാന്നിധ്യം പെട്ടെന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഇന്ത്യ നേരിടും. തായ്വാൻ ആസ്ഥാനമായ കമ്പനിയാണ് ഫോക്സ്കോൺ. ആപ്പിൾ ഐഫോൺ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. പ്രധാനമന്ത്രി മോദി പ്രത്യേക സൗഹൃദത്തിലൂടെയാണ് ഈ കമ്പനിയുമായി അടുപ്പം സൃഷ്ടിച്ചത്. പക്ഷേ ഫോക്സ്കോണിന് ചൈനയോട് വലിയ വിധേയത്വമുണ്ട്. കാരണം ഫോക്സ്കോണിന്റെ കൂറ്റൻ സെമി കണ്ടക്ടർ ആപ്പിൾ ഐഫോൺ നിർമ്മാണ ഫാക്ടറികൾ ഏറ്റവും അധികം ചൈനയിലാണ് നിലനിൽക്കുന്നത്. അതിനാലാണ് ചൈനയുടെ തീരുമാനങ്ങൾ ഫോക്സ്കോണിന് മേൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നത്. ഉൽപാദനം, വിതരണ ശൃംഖല, തൊഴിലാളികൾ എന്നീ രംഗത്ത് ചൈനയുടെ സഹായമില്ലാതെ ഫോക്സ്കോണിന് നിലനിൽപ്പില്ല. ആത്യന്തികമായി രാഷ്ട്രത്തെക്കാളേറെ ബിസിനസ്സിൽ ലാഭമാണല്ലോ പ്രധാനം. കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് 300 എഞ്ചിനീയർമാരും ഇന്ത്യ വിട്ട് സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയത്. ഇപ്പോൾ ഇവരുടെ അഭാവത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ തായ്വാനിൽ നിന്നുള്ള ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഈയിടെ ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യകളോ വിദഗ്ധ തൊഴിലാളികളെയോ അയക്കരുതെന്ന ശക്തമായ രാഷ്ട്രീയ പ്രചരണം ചൈനയിൽ ശക്തമാണെന്നാണ് ബിസിനസ് വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ഉൽപ്പാദനം ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ഇക്കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇന്ത്യയെ തടയാൻ സവിശേഷ ഉപകരണങ്ങളോ സാങ്കേതിക വിദഗ്ധരെയോ അയക്കാതിരിക്കുക എന്നതാണ് ചൈനയുടെ കർശനമായ നയം. ഇന്ത്യയും വിയറ്റ്നാമും വമ്പൻ ടെക്നോളജി കമ്പനികളെ കണ്ടുപിടിച്ച് ആഗോള വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിച്ച് ചൈനയ്ക്ക് ബദലായി മാറാൻ ശ്രമം നടത്തി വരുന്നുണ്ട്. ഇത് തകർക്കാനും ചൈന പ്രത്യേകം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ചൈനയുടെ ഈ കളികളെ തോൽപ്പിക്കാൻ ബദൽ മാർഗങ്ങൾ ഇന്ത്യയിലെ ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ ആലോചിച്ചു വരുന്നു. ഇന്ത്യയിൽ തന്നെ വിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നുവരികയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.